പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് തിരുസഭയെക്കുറിച്ചാണ്. സഭ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും യേശു ക്രിസ്തുവിൻ്റെ തുടർച്ചയുമാണ്. ഈ സഭയെ ഒരു വ്യക്തി ശരിയായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ സഭയിൽ നിന്ന് പോഷണം ലഭിക്കുകയില്ല. സഭയെ ശരിയായി ഗ്രഹിക്കുന്നവരാണ് സഭയിൽ നിന്ന് ആത്മീയ ശക്തി പ്രാപിച്ച് യേശു ക്രിസ്തുവിൻ്റെ ബലത്തിൽ ഈ ലോകത്തിൽ ശക്തിപ്പെടുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, തിരുസഭയെ യോജിതം മനസ്സിലാക്കാൻ, തിരുസഭയുടെ ഓരോ മേഖലകളെക്കുറിച്ച് തിരിച്ചറിവ് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന നിമിഷങ്ങളാകട്ടെ. തെറ്റായ ബോധ്യങ്ങളും തെറ്റായ കാഴ്ചപ്പാടുകളെയും കഴുകി തിരുസഭയുടെ ആഴങ്ങളെ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അനുഭവിക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. പരിശുദ്ധാത്മാവെ എൻ്റെ മേൽ എഴുന്നള്ളി വന്ന് പ്രവർത്തിക്കണമേ. യേശുവേ സ്തോത്രം. ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവെ വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. തിരുസഭയെക്കുറിച്ചുള്ള വെളിപാടുകൾ പ്രിയ ജനത്തിനായി ഈ നിമിഷങ്ങളിൽ പകർന്നു നൽകണമേ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തിരുസഭയെക്കുറിച്ചുള്ള ദൈവവചന പ്രബോധനങ്ങളെ നാം സ്വീകരിക്കണം. നിരവധി ആളുകൾ ഇങ്ങനെ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എനിക്ക് യേശു ക്രിസ്തുവിനെ വളരെ ഇഷ്ടമാണ്, എന്നാൽ സഭയോട് ഇഷ്ടമല്ല. എനിക്ക് യേശു ക്രിസ്തുവിനെ താല്പര്യമാണ്, എന്നാൽ സഭയെ ഞാൻ വെറുക്കുന്നു. എനിക്ക് യേശു ക്രിസ്തുവിനെ ഇഷ്ടമാണ്, എന്നാൽ ക്രിസ്ത്യാനികളെ എനിക്ക് വെറുപ്പാണ് എന്ന് പറയുന്ന അനേകം വിശ്വാസികളും അവിശ്വാസികളുമായ ജനത്തെ കണ്ടുമുട്ടാൻ ഈ ഉള്ളവന് സാധിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴെല്ലാം അത് ശരിയാണെന്ന് ചിന്തിച്ച് അനേകം വ്യക്തികൾ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവൻ ത്യജിക്കാനും തയ്യാറാണ്, എന്നാൽ സഭയോട് എനിക്ക് മതിപ്പില്ല. പ്രൈസ് ദി ലോർഡ്. അന്നല്ല ഞാൻ ചിന്തിച്ചു, സഭയ്ക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, ശരിയായിരിക്കാം. എന്നാൽ ദൈവവചനം പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു കാര്യം ബോധ്യം തന്നു. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാനും സഭയെ വെറുക്കാനും ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് യേശു ക്രിസ്തുവിനെ ഇഷ്ടമാണ്, സഭയെ വെറുപ്പാണ് എന്നുള്ളത് ദൈവവചനപ്രകാരം ഒരു വിപരീത ചിന്തയാണ്, ഒരു തെറ്റായ ബോധ്യമാണ്. ഇതിനെക്കുറിച്ചാണ് ഈ നിമിഷങ്ങളിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സഭ എന്താണെന്ന് മനസ്സിലാക്കണം. സഭയെക്കുറിച്ച് ലോകത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഗാന്ധിജിക്ക് സഭയെക്കുറിച്ച് അഭിപ്രായമുണ്ട്. പല സാമൂഹ്യ നേതാക്കന്മാർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പലതരത്തിലുള്ള ആളുകൾക്കും ഓരോരുത്തർക്കും എനിക്കും നിങ്ങൾക്കെല്ലാം സഭയെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അതല്ല ഇപ്പോൾ നമ്മൾ പ്രസക്തമായി. കാരണം മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ മാറ്റം വരുന്നവയാണ്. ഇന്നത്തെ അഭിപ്രായം ആയിരിക്കില്ല നാളെ, നാളത്തെ അഭിപ്രായം ആയിരിക്കില്ല മറ്റന്നാൾ. എന്നാൽ മാറ്റം വരാത്ത ഒരു അഭിപ്രായമുണ്ട്. അത് തിരുലിഖിതങ്ങളിലുള്ള വെളിപാടുകളാണ്. സഭയെക്കുറിച്ച് തിരുലിഖിതങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? സഭയെക്കുറിച്ച് തിരുലിഖിതങ്ങളിൽ ദൈവാത്മാവിൻ്റെ അഭിപ്രായം എന്താണ്? ഇതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുലിഖിതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വെളിപാടുകൾ നൽകുന്നുണ്ട്. കൊളോസ്സസ് ലേഖനത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യം, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. യേശു ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണെന്ന് കൊളോസ്സോസ് 1:18 പഠിപ്പിക്കുകയാണ്. എഫേസോസ് ലേഖനത്തിൽ 1-ാം അധ്യായം 23-ാം വാക്യം, സഭ അവൻ്റെ ശരീരമാണ്. എഫേസോസ് 1:23. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം, സഭയും യേശുവും തമ്മിലുള്ള ബന്ധം ശരീരവും ശിരസും തമ്മിലുള്ള ബന്ധം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. സഭയും യേശുവും തമ്മിലുള്ള ബന്ധം ശരീരവും ശിരസും തമ്മിലുള്ള ബന്ധം പോലെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വലിയൊരു ആഴമേറിയൊരു ആത്മീയ രഹസ്യമാണ്. യേശുവും സഭയും തമ്മിൽ വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്, വളരെ പരിശുദ്ധമായൊരു ബന്ധമുണ്ട്, വളരെ സുദൃഢമായൊരു ബന്ധമുണ്ട്. എന്താണ് ഈ ബന്ധത്തിൻ്റെ പ്രത്യേകത? ഈ ബന്ധത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? ഈ ബന്ധത്തിൽ രണ്ട് അസ്തിത്വം ഇല്ല. യേശുവും സഭയും രണ്ടല്ല, ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. തലയുടെ വേദന കാലിൻ്റെയും വേദനയാണ്, കാലിൻ്റെ വേദന തലയുടെ വേദനയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അസ്തിത്വം ഇല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വകാര്യ ദുഃഖങ്ങളും സ്വകാര്യ സുഖങ്ങളും ഈ ശരീരത്തിൽ ഇല്ല. ശരീരത്തിൻ്റെ ഓരോ അവയവത്തിൻ്റെ വേദന എല്ലാ ശരീരം മുഴുവൻ്റെയും വേദനയാണ്. ദർ ഈസ് നോ സെപ്പറേഷൻ. ഒരു സെപ്പറേഷൻ ശരീരവും ശിരസും തമ്മിലില്ല. ഒരു പ്രതിസന്ധി വന്നു ഒന്നിച്ചാണ് നേരിടുന്നത്. ഒരു വേദന വന്നു ഒന്നിച്ചാണ് സഹിക്കുന്നത്. ഒരു സന്തോഷം വന്നു ഒരുമിച്ചാണ് ഏറ്റെടുക്കുന്നത്. ഇവിടെ ഒരു സെപ്പറേഷൻ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു ക്രിസ്തു ശിരസ്, സഭ യേശു ക്രിസ്തുവിൻ്റെ ശരീരം. നാം എല്ലാവരും, നമ്മൾ ഓരോരുത്തരും, ഓരോ വിശ്വാസിയും
ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ്. റോമാലേഖനം 12:5 നാം പലരെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളാണ്. ക്രിസ്തുവിൽ ഒരൊറ്റ ശരീരമായി പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളായി ഒരൊറ്റ യൂണിറ്റായി മാറിയിരിക്കുന്ന കൂട്ടായ്മ, ലോകത്തിലെ അത്ഭുത കൂട്ടായ്മയാണ് തിരുസഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം അവിടുത്തെ അഭിഷിക്ത ജനമാണ്. വിശ്വാസികൾ ശിരസായ യേശു ക്രിസ്തുവിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകത്തെ സ്വീകരിക്കുന്ന അഭിഷിക്ത ജനമാണ്. അഭിഷിക്ത ജനമാണ്. ഈ ജനവും യേശുവും രണ്ടല്ല. ഈ ജനവും യേശുവും തമ്മിൽ സെപ്പറേഷൻ ഇല്ല. ഒരുപക്ഷെ ഈ ജനത്തിന് പരാജയം ഉണ്ടാകാം, ഒരുപക്ഷെ ഈ ജനത്തിന് വീഴ്ച ഉണ്ടാകാം, ഒരുപക്ഷെ ഈ ജനത്തിന് പലതരത്തിലുള്ള അധപതനങ്ങൾ സംഭവിക്കാം. പക്ഷേ ഇത് യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകത്തെ സ്വീകരിച്ചിരിക്കുന്ന അഭിഷിക്ത ജനമാണ് വിശ്വാസികളുടെ സമൂഹം. ശിരസിനുള്ളതെല്ലാം കാലിനുമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ സമ്പന്നതയും വിശ്വാസിക്കുമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സമ്പന്നത മുഴുവൻ എൻ്റെ സമ്പന്നത കൂടെയാണ്. എൻ്റെ ബലഹീനത യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാനും യേശു ക്രിസ്തു രണ്ടല്ല, ഞാനും യേശു ക്രിസ്തു ഒന്നാണ് സഭയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഒരു ഉദാഹരണം ചിന്തിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 9:1 മുതലുള്ള വാക്യങ്ങൾ. സൗൽ തലങ്ങും വിലങ്ങും ഓടി നടന്ന് വിശ്വാസികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അനുയായികളെ അവൻ അതിശക്തമായി പീഡിപ്പിക്കുകയും തകർക്കുകയും ചെയ്യാൻ വേണ്ടി കോപ്പുകൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഡമാസ്കസിലെ ശിഷ്യന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി അവൻ്റെ പടയോട്ടത്തിൽ അവൻ ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിക്കുകയും അവൻ നിലം പതിക്കുകയും ചെയ്തു. നിലം പതിച്ച സമയത്ത് അവൻ ഒരു അശരീരി കേട്ടു. ഒരു സ്വരം ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാകുന്നു? ഉടനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാകുന്നു ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈ സാവൂൾ യേശു ക്രിസ്തുവിനെ പീഡിപ്പിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ അടിക്കുകയോ, യേശു ക്രിസ്തുവിനെ തൊഴിക്കുകയോ, യേശു ക്രിസ്തുവിനെ മർദ്ദിക്കുകയോ, യേശു ക്രിസ്തുവിൻ്റെ മേൽ ആണികൾ തറയ്ക്കുകയോ, യേശു ക്രിസ്തുവിൻ്റെ വസ്തുവകൾ അപഹരിച്ചെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഈ സാവൂൾ യേശു ക്രിസ്തുവിനെ നേരെ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. പിന്നെ ഈ സാവൂൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? യേശു ക്രിസ്തുവിനെ ആരാധിച്ചിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരായ അനന്യാസ്, മർക്കോസ്, മത്തായി, ഇങ്ങനെയുള്ള ഓരോരുത്തരെയും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ ക്രിസ്ത്യാനികളെ ഈ സാവൂൾ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. യേശു ക്രിസ്തു ഇറങ്ങി വന്നു. യേശു ക്രിസ്തു ഇറങ്ങി വന്നിട്ട് എന്താ ചോദിച്ചത്? സാവൂൾ സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? നീ പീഡിപ്പിക്കുന്ന യേശു ക്രിസ്തുവാകുന്നു ഞാൻ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഭാര്യയെ ഒരാൾ പീഡിപ്പിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ ഒരാൾ മർദ്ദിച്ചു. നിങ്ങൾ ചെന്നിട്ട് എന്താ ചോദിക്കുക? എടാ ദുഷ്ട, നീ എന്തിനാണ് എൻ്റെ ഭാര്യയെ അടിച്ചത് എന്നല്ലേ ചോദിക്കുക? ദുഷ്ട, നീ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ അടിച്ചത് എന്നല്ലേ ചോദിക്കുക? എന്നാൽ യേശു ക്രിസ്തുവോട് എന്താണ് ചോദിച്ചത്? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമോ? ഡാ, നീ എന്തിനാ എന്നെ അടിച്ചത്? എൻ്റെ ഭാര്യ അടിച്ചത് നിങ്ങൾ ചോദിക്കും. എന്നാൽ ഇങ്ങനെ ചോദിക്കുമോ? ഡാ, നീ എന്തിനാ എന്നെ അടിച്ചത്? എൻ്റെ ഭർത്താവിനെ അടിച്ചത് എന്തിനാ നിങ്ങൾ ചോദിക്കും. എന്നാൽ ഇങ്ങനെ ചോദിക്കുമോ? എന്തിനാ എന്നെ അടിച്ചത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ യേശു ക്രിസ്തുവോട് എന്താ ചോദിച്ചത്? എൻ്റെ ശിഷ്യന്മാരെ അടിച്ചത് എന്തിന് എന്ന് യേശു ക്രിസ്തു ചോദിച്ചില്ല. അനന്യാസിനെ മർദ്ദിച്ചത് എന്തിന് എന്ന് യേശു ക്രിസ്തു ചോദിച്ചില്ല. മത്തായിനെ തടസ്സപ്പെടുത്തിയത് എന്തിന് എന്ന് യേശു ക്രിസ്തു ചോദിച്ചില്ല. യേശു ക്രിസ്തുവിന് ഒറ്റ ചോദ്യമുള്ളൂ, സാവൂൾ, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? നീ എന്തിനാ എന്നെ അടിച്ചത്? നീ എന്തിനാ എന്നെ പീഡിപ്പിച്ചത്? നീ എന്തിനാ എന്നെ തടസ്സപ്പെടുത്തിയത്? നീ എന്തിനാ എൻ്റെ വസ്തുവകൾ അപഹരിച്ചെടുത്ത്? ഇവിടെ യേശു ക്രിസ്തുവും ക്രിസ്ത്യാനിയും രണ്ടല്ല. യേശു ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണ്. യേശുവും ക്രിസ്ത്യാനി രണ്ടല്ല, യേശുവും ക്രിസ്ത്യാനി ഒന്നാണ്. യേശുവിൻ്റെ എല്ലാ സമ്പന്നതയും ക്രിസ്ത്യാനിയുടെ സമ്പന്നതയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ സമ്പന്നതയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ഏറ്റെടുക്കുന്ന എല്ലാ വേദനയും യേശു ക്രിസ്തുവിൻ്റെ വേദന കൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിസ്സാരമായൊരു ബന്ധമല്ല യേശു ക്രിസ്തുവും ഒരു വിശ്വാസിയും തമ്മിലുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ,
അതുകൊണ്ടാണ് ഒരു വിശ്വാസിയെ തൊടുന്നവൻ യേശു ക്രിസ്തുവിനെയാണ് തൊടുന്നത്. പുരാതന കേരളത്തിൽ ഇങ്ങനൊരു ചൊല്ലുണ്ടായിരുന്നു: തൈലാദി കാര്യങ്ങൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിക്കണം. ഈ പൗലോസ് എന്ന് പറയുന്നത് ആരാണ്? പൗലോസ് എന്ന വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് ജാതി വ്യവസ്ഥകളൊക്കെ നിലനിന്നിരുന്ന കാലം, അന്ന് സവർണരായ ബ്രാഹ്മണന്മാരെല്ലാം യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അശുദ്ധമായാൽ പിന്നെ പുണ്യാഹം തളിച്ച് അതൊക്കെ വിശുദ്ധീകരിക്കാൻ ഒരുപാട് സമയവും ഒരുപാട് കാര്യങ്ങൾക്ക് കാലഘട്ടമൊക്കെ എടുക്കും. എന്നാൽ അതിന് എളുപ്പത്തിലൊരു വഴി അവർ കണ്ടെത്തി. തൈലാദി കാര്യങ്ങൾ അശുദ്ധമായാൽ ഒരു യേശു ക്രിസ്തുവിന്റെ ശിഷ്യനെ കൊണ്ട് തൊടിയിച്ചാൽ അത് ശുദ്ധമായി തീരും. അതുകൊണ്ട് പണ്ട് പുരാതന കേരളത്തിൽ ബ്രാഹ്മണ ഇല്ലങ്ങളിൽ ഒരു യേശു ക്രിസ്തുവിന്റെ ശിഷ്യനെ കൊണ്ട് താമസിപ്പിച്ചിരുന്ന ഒരു ശീലം, അവരുടെ ഇല്ലങ്ങളുടെ അടുത്ത് ഒരു വിശ്വാസിയുടെ ഭവനം, ഒരു വിശ്വാസിയെ കൊണ്ട് താമസിപ്പിച്ചിരുന്ന രീതികൾ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിൻ്റെ പിന്നിലുള്ള കാഴ്ചപ്പാട് ഇതാണ്: എൻ്റെ നാമത്തിൽ വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ എനിക്കാണ് തരുന്നത്. എൻ്റെ ശിഷ്യനെ പീഡിപ്പിച്ചാൽ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. ഞാനും എൻ്റെ ശിഷ്യനും രണ്ടല്ല, ഞാനും എൻ്റെ ശിഷ്യനും ഒന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 41-42 വാക്യങ്ങൾ: പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്ന നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾക്ക് തരുന്നെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ശിഷ്യന് കൊടുക്കുന്നതെല്ലാം യേശു ക്രിസ്തുവിന് കൊടുക്കുന്നതായി യേശു ക്രിസ്തു സ്വീകരിക്കും. ഒരു ശിഷ്യനോട് ചെയ്യുന്നതെല്ലാം യേശു ക്രിസ്തുവിനോട് ചെയ്യുന്നതായി യേശു ക്രിസ്തു സ്വീകരിക്കും. അതിനുശേഷം യേശു ക്രിസ്തു അതുപോലെ പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ! യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കാലിൻ്റെ വേദനയെല്ലാം ശിരസിൻ്റെ കൂടെ വേദനയാണ്. ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നും ഏറ്റെടുക്കുന്നതെല്ലാം ശിരസിൻ്റെ കൂടെ ഭാരങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു സൗളിനോട് ചോദിച്ചു, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഇവിടെ യേശു ക്രിസ്തുവും വിശ്വാസിയും രണ്ടല്ല ഒന്നാണ് എന്ന് വെളിപ്പെടുന്നു. ഹല്ലേലൂയ! യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു ക്രിസ്തുവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം, യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ വചനങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന മറ്റൊരു പ്രതീകമാണ് യേശു ക്രിസ്തുവിൻ്റെ സഭയെ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും. എന്താണ് മണവാളനും മണവാട്ടിയുമുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത? മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? അവരുടെ ശാരീരിക അസ്തിത്വത്തിൽ അവർ രണ്ടാണെങ്കിലും അവർ മനസ്സുകൊണ്ടും ഇച്ഛ കൊണ്ടും ചിന്ത കൊണ്ടും വിചാരം കൊണ്ടും അവർ ഒന്നത്രേ. ഹല്ലേലൂയ! ഹല്ലേലൂയ! മണവാളൻ്റെ മനസ്സും ഹൃദയവും മണവാളൻ്റെ സകല അസ്തിത്വവും ആത്മാവും ചിന്തയെല്ലാം മണവാട്ടിയിൽ ലയിച്ചിരിക്കുകയാണ്. മണവാട്ടിയുടെ മുഴുവൻ അസ്തിത്വവും മണവാളിനോട് ഉൾച്ചേർന്നിരിക്കുകയാണ്. മണവാളിനും മണവാട്ടിയും രണ്ടല്ല, മണവാളിനും മണവാട്ടിയും ഒന്നാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഒരു വിശ്വാസിയും യേശുവും തമ്മിലുള്ള ബന്ധം മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തോട് തുലനം ചെയ്തിരിക്കുന്നു. സഭ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയും യേശു ക്രിസ്തു സഭയുടെ മണവാളനുമായി വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ എന്ന് പറഞ്ഞാൽ രണ്ടല്ല, ഒരൊറ്റ അസ്തിത്വമാണ് വിശ്വാസിയും യേശുവും എന്ന് വെളിപ്പെടുത്തുന്ന പ്രതീകമാണിത്. പ്രൈസ് ദി ലോർഡ്! ഹല്ലേലൂയ! സഭയോട് ചെയ്യുന്നതെല്ലാം യേശു ക്രിസ്തുവിനോട് തന്നെയാണ് ചെയ്യുന്നത്. സഭയ്ക്ക് കൊടുക്കുന്നതെല്ലാം യേശു ക്രിസ്തുവിന് തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ സഭയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. വിവിധ തരത്തിലുള്ള ദുരുപദേശങ്ങൾ പ്രചരിക്കുകയും വിവിധ തരത്തിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ വ്യാപിക്കുകയും അന്ധകാരം മൂടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നിരിക്കുന്ന സത്യസഭയിൽ നിന്ന് വേർപെട്ട്, സത്യസഭയുടെ കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ട്, സത്യസഭയുടെ ഐക്യത്തിൽ നിന്ന് വേർപെട്ട് വിട്ടുപോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ! പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി തരുന്നുണ്ട്. കാർഡിനൽ സ്യൂനൻസ് അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? സഭ സംസാരിക്കുമ്പോൾ യേശുവേ അങ്ങ് തന്നെ സംസാരിക്കുന്നു. സഭ സംസാരിക്കുമ്പോൾ അങ്ങ് തന്നെ സംസാരിക്കുന്നു. എന്തെന്നാൽ സഭ അങ്ങയുടെ സൃഷ്ടിയും അങ്ങയുടെ സ്ഥാപനവും അങ്ങയുടെ ഉപകരണവുമാണല്ലോ. വിശുദ്ധ അമ്മ ത്രേസ്യ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം വെളിപ്പെടുത്തി. എൻ്റെ അവസാന ശ്വാസം വരെയുടെ സഭയുടെ ഒരു ഉത്തമ സന്താനമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ സഭയിൽ ഞാൻ ജനിച്ചു, എൻ്റെ ഈ സഭയിൽ ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഈ സഭയിൽ തന്നെ, ഈ സഭയുടെ ഉത്തമ സന്താനമായി എനിക്ക് വിലയം പ്രാപിക്കണം.
ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സഭയിൽ ജീവിച്ച്, സഭയിൽ ശക്തി പ്രാപിച്ച്, സഭയിൽ വിലയം പ്രാപിക്കാനുള്ള കൃപ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വലിയ ആഗ്രഹം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാർ അടിത്തറയുമായിരിക്കുന്ന സഭാ മന്ദിരത്തിൽ നിന്ന് തെന്നിത്തെറിച്ച് പോകാതെ എൻ്റെ കർത്താവിനോട് ചേർന്ന് സഭയിൽ, തിരുസഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി എൻ്റെ പിതാവിൻ്റെ മഹത്വമായി ഭൂമിയിൽ എനിക്ക് ജീവിക്കണം, ഇങ്ങനൊരു ആഗ്രഹം സകല ദൈവമക്കൾക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സഭയോടുള്ള ഐക്യത്തിൽ അങ്ങയുടെ ജനത്തെ അഭിഷേകം ചെയ്യണമേ. ഏതെങ്കിലും മകനോ മകൾക്കോ സഭയോടുള്ള ഐക്യം ദുർബലപ്പെട്ടാൽ, ബലഹീനമായാൽ, ഇപ്പോൾ ഈ നിമിഷം തന്നെ അങ്ങയുടെ മകനെ സ്പർശിച്ച്, അങ്ങയുടെ മകളെ സ്പർശിച്ച് സഭയോടുള്ള ഐക്യത്തിൽ അവിടുന്ന് പുഷ്ടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ സഭയുടെ ആത്മാവ് ദൈവമക്കളുടെ ഭവനങ്ങളിൽ, ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ, ദൈവമക്കളുടെ ജീവിതങ്ങളിൽ ഒഴുകി വ്യാപിക്കട്ടെ. ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ ആലയമാണെന്നും ഈ ആലയത്തിൽ ദൈവം സജീവമായി വസിക്കുന്നുണ്ടെന്നുമുള്ള തിരിച്ചറിവ് നൽകി യേശുവേ, ദൈവജനത്തെ അങ്ങ് ഈ നിമിഷങ്ങളിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സിഹിയോനിലെ താമസിച്ചുള്ള ധ്യാനങ്ങൾ എല്ലാ മാസത്തിലെയും രണ്ടാമത്തെ ഞായറാഴ്ചയും അവസാനത്തെ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആരംഭിച്ച് തുടർന്ന് വരുന്ന വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് അവസാനിക്കുന്നതാണ്. 2 ധ്യാനങ്ങൾക്കും ഡയറക്ടർ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നേതൃത്വം നൽകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. അങ്ങയുടെ പ്രിയജനം മുഴുവനെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയജനം മുഴുവനെയും തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. സഭയിൽ രാജാവായി വസിക്കുന്ന ഈശോ ഇതാ ദിവ്യകാരുണ്യ രൂപനായി ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. സഭയുടെ കർത്താവും സഭയുടെ സർവസ്വവും സഭയുടെ ഭരണകർത്താവും സഭയുടെ ജീവനും ജീവസ്വവുമായ യേശു ക്രിസ്തു തൻ്റെ ജീവനും ശക്തിയും ജീവിതവും എല്ലാം നൽകി സഭയെ പടുത്തുയർത്തിയവനായ യേശു ക്രിസ്തു ഇതാ ദിവ്യകാരുണ്യ രൂപനായി ലോകം മുഴുവനെയും അനുഗ്രഹിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ മകനും മകളും എളിമയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തട്ടെ. ഓരോരുത്തരും എളിമയോടെ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തട്ടെ. കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് സഭയിൽ ജീവിക്കുന്നു. ഇന്നും അവിടുന്ന് മഹത്വത്തോടെ വാഴുന്നു. കർത്താവ് ഇന്നും ശക്തിയോടെ ഭരണം നടത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈ നിമിഷങ്ങളിൽ അവിടുത്തെ ശക്തി പുറപ്പെട്ട് അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അനേക കുടുംബങ്ങളിൽ നിന്ന് സഭയ്ക്കെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അരാജകത്വത്തിൻ്റെ ചിന്തകളെയും ഇപ്പോൾ അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും
തിരുസഭയിൽ നിന്ന് ദൈവമക്കൾ അകന്നു പോകാൻ തക്കവിധം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദുരാത്മ വ്യൂഹങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളെയും അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാൽ ഇപ്പോൾ തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ ഉത്തമ സന്താനമായി സഭയിൽ യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യവും സഭയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും സഭയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ബലവും പ്രാപിപ്പാൻ അങ്ങയുടെ മക്കളെ, ലോകം മുഴുവനുള്ള സകല മക്കളെയും ഈ നിമിഷങ്ങളിൽ അവിടുന്ന് സ്പർശിച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സഭയുടെ ഉത്തമ സന്താനമായി ജീവിപ്പാനും സഭയുടെ ഉത്തമ സന്താനമായി വളരാനും സഭയുടെ ഉത്തമ സന്താനമായി മരിക്കാനും അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അനുഗ്രഹങ്ങൾ വാരി വിതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മീയമായി തളർന്നവർ, ആത്മീയമായി ബലക്ഷയം അനുഭവിക്കുന്നവർ, ആത്മീയമായി മുരടിച്ചവർ, സഭയുമായുള്ള ബന്ധങ്ങൾ ദുർബലപ്പെട്ടിരിക്കുന്നവർ, സഭയിൽ നിന്നും അകന്നു പോകുന്നവർ, സഭയിൽ നിന്നും പലതരത്തിലുള്ള കുതന്ത്രങ്ങളാൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നവർ എല്ലാവരുടെ മേലും ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പിതാവേ, അവിടുത്തെ ഏകജാതനായ യേശുവിനെയും അവിടുത്തെ ഏക സഭയായ തിരുസഭയെയും ഉൾക്കൊള്ളാൻ എല്ലാ മക്കൾക്കും ഇപ്പോൾ അരൂപിയുടെ ശക്തി നൽകണമേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ആൻ ജിൻജിൻ ജോൺ, വീട് തൊടുപുഴ. എനിക്ക് 5 വർഷമായി സോറിയാസിസ് എന്ന അസുഖമായിരുന്നു. എനിക്കിങ്ങനെ അസുഖം വന്നപ്പോൾ ഏറ്റവും ആദ്യം തൊടുപുഴയിൽ തന്നെ ഒരു ഇംഗ്ലീഷ് മരുന്ന് ചികിത്സ നടത്തി. എന്നാൽ അവിടെ യാതൊരു കുറവും കണ്ടില്ല. അത് കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞത് ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കും, ഇത് കുറഞ്ഞും കൂടിയും നിൽക്കാനല്ല, പൂർണ്ണമായിട്ട് ഭേദമാകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവിടെ 2 വർഷത്തോളം മരുന്ന് കഴിച്ചു. അവസാനം വളരെയധികം കൂടി, നീരൊക്കെ വെച്ച് വളരെയധികം കൂടിയപ്പോൾ എൻ്റെ അങ്കിള് പറഞ്ഞിട്ട് ഇവിടെ അട്ടപ്പാടിയിൽ പച്ചമരുന്ന് ചികിത്സ നടത്താനായിട്ട് ഇവിടെ വന്നു. അവിടെ കുറച്ച് നാൾ മരുന്ന് കഴിച്ചു. അവിടുത്തെ വൈദ്യർ പറഞ്ഞത് ഇത് അലർജിയാണ്, 1.5 വർഷത്തോളം ഇത് കഴിക്കണം. ഇപ്പോൾ ഞാൻ അവിടെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് 4-5 മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കയ്യിലൊക്കെ പൂർണ്ണമായിട്ട് ഭേദമായി. ഇത് വന്നതായിട്ട് പോലും എനിക്ക് തോന്നിയില്ല. പക്ഷേ അന്നേരം വൈദ്യർ പറഞ്ഞു മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു, പൂർണ്ണമായിട്ട് ഭേദമായി. അതിന് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഇത് വളരെയധികം പിന്നെ അതിൻ്റെ ഇരട്ടി ശക്തിയോടെ വളരെയധികം കൂടി. അങ്ങനെ ആകെ വിഷമിച്ച് ഇരുന്നപ്പോൾ ഞങ്ങളിവിടെ അട്ടപ്പാടിയിൽ ചികിത്സിക്കാനായിട്ട് വീണ്ടും വന്നു. അപ്പോൾ വൈദ്യരെ കണ്ടപ്പോൾ വൈദ്യർക്ക് തന്നെ സംശയമായി, ഇത് ഇത്രത്തോളം കൂടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചോടെ വൈദ്യരുന്നത്. ആകെ പഴുപ്പ് കൊണ്ട് നിറഞ്ഞ് ശരിക്കും നീര് വെച്ച് ഇരിക്കുകയായിരുന്നു. എനിക്ക് ക്ലാസ്സിൽ പോലും പോകാൻ പറ്റാതെ അത്രയധികം കണ്ടാൽ തന്നെ ഒരു അറപ്പ് തോന്നുന്ന വിധത്തിൽ ശരിക്കും പൊട്ടി ഒലിച്ച് നീരിങ്ങനെ പഴുത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അന്നേരം വൈദ്യർ പറഞ്ഞു ഇത് എങ്ങനെ വന്നതെന്ന് വൈദ്യർക്ക് അറിയത്തില്ല, ഇപ്പോൾ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി പോലും വൈദ്യർ എടുത്തു തരാമെന്ന് പറഞ്ഞ് അത്ര വിഷമത്തിലായിപ്പോയി ഞങ്ങൾ. അങ്ങനെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു കേട്ടത്. അങ്ങനെ ഏതായാലും അറ്റ കൈക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലും കൂടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളന്ന് ഇവിടെ കഴിഞ്ഞ 1 മാസം ഒരു വെള്ളിയാഴ്ച ഏകദിനത്തിൽ ഇവിടെയാണെങ്കിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് സിസ്റ്ററിനെ കണ്ടു, അച്ഛനെ കണ്ടു. ഇവിടെ നിന്നാണെങ്കിൽ ഒരു എണ്ണ കിട്ടി. ആ എണ്ണ അന്നേരം തന്നെ പൊട്ടിയപ്പോഴത്തേനും വളരെയധികം സ്വസ്ഥത കിട്ടി. അത്രയധികം അസ്വസ്ഥതയിലായിരുന്നു ഞാൻ നിന്നത്. എനിക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ആകെയെല്ലാം തൊലിയെല്ലാം വരണ്ട് ശരിക്കും ഇനി വളരെയധികം വിഷമിച്ചിരിക്കുക. അതിന് എണ്ണ തേച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി. അതിന് വെക്കേഷന് പിന്നെയും വരാൻ പറഞ്ഞു ഇവിടെ ധ്യാനത്തിന് കൂടെ.
അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നെ വൈദ്യുതി തന്ന മരുന്നൊന്നും പിന്നെ അവിടെ എനിക്ക് കഴിക്കാൻ പറ്റാതെ വന്നു. അത്രയും പനിയൊക്കെ വന്നപ്പോഴത്തേനും അത് തേക്കുമ്പോഴത്തേനും എനിക്ക് വളരെയധികം കൂടി. ദൈവത്തിൻ്റെ മഹത്വം എന്നോളം ഈ എണ്ണ തേച്ചുകൊണ്ട് തന്നെയാണ് ഈ 1 മാസം ഞാൻ കഴിഞ്ഞത്. എന്ത് മാറ്റം, വളരെയധികം മാറ്റം എനിക്ക് ആ തൈലം പൂശിയതിലൂടെ വളരെയധികം മാറ്റം ഉണ്ടായി. ഇപ്പോൾ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ ദൈവം എന്നെ വളരെയധികം എന്നെ സൗഖ്യപ്പെടുത്തി. എൻ്റെ കയ്യിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഹോദരി ആദ്യം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച വന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കൈയെല്ലാം ശരിക്കും പഴുപ്പൊക്കെ വന്ന് വെള്ളമൊക്കെ ഒഴുകുന്ന പോലെ ഇങ്ങനെ ഒരു വ്രണം പിടിച്ച ഒരവസ്ഥയിലായിരുന്നു. 5 വർഷമായി സോറിയാസിസ് വന്ന് ശരീരമൊക്കെ നീര് വന്ന് അങ്ങനെ ബുദ്ധിമുട്ടിൽ കഴിയുമ്പോഴാണ് ഈ സഹോദരി ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നത്. അന്ന് ഇവിടുത്തെ എണ്ണ തേച്ചപ്പോൾ തന്നെ വലിയ ആശ്വാസം ഉണ്ടായി. തുടർന്ന് 1 മാസത്തോളം എണ്ണ തേച്ച് പ്രാർത്ഥിച്ചു. ഈ 5 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ സഹോദരിയുടെ കൈ ഉണങ്ങി കരിഞ്ഞ് ഒരു നല്ല സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച കൈ ഒന്ന് കാണിക്കുക. ഹല്ലേലൂയ. 2 കൈയും കർത്താവ് ഉണങ്ങി കരിഞ്ഞ് പഴുപ്പും പോയി, നീരും പോയി, വീക്കവും പോയി, ഉണങ്ങി കരിഞ്ഞ് നല്ല വ്രണമെല്ലാം പോയ അവസ്ഥയിൽ കർത്താവ് ഇത് സുഖപ്പെടുത്തിയിരിക്കുന്നു. 5 വർഷമായുള്ള സോറിയാസിസ് കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം